ഹായ് ഓൾ ജിൻസ് കോക്ക് തലൈവർ തമ്പി തലൈമയിൽ ട്രിപ്പിൾ ടി. നിതീഷ് സഹദേവ് തമിഴ് സിനിമയാണെങ്കിലും മലയാളിയായിട്ടുള്ള ഫാലിമിയുടെ ഡയറക്ടറായിട്ടുള്ള നിതീഷ് സഹദേവാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റേഴ്സിൽ നിതീഷ് സഹദേവ് ഉണ്ട്, സാൻജോ ജോസഫ്, അതുപോലെ തന്നെ അനുരാജ് ഓബി. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിഷ്ണു വിജയാണ്. പൊള്ളിപ്പെട്ട സാധനം. അതായത് ഈ പടത്തിൻ്റെ വൈബ് മൊത്തം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ പ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ട്. ജെം ഓഫ് എ മ്യൂസിക് ഡയറക്ടർ. കാരണം അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്കോറുകൾ, അതായത് ഈ പടം കൈൻഡ് ഓഫ് ഡാർക്ക് ഹ്യൂമർ പരിപാടി, സിറ്റുവേഷണൽ കോമഡി, അതാണ് സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷനിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന പല സ്കോറുകളും അന്യായം. കൂടാതെ ഒന്ന് രണ്ട് സോങ്സ് ഉണ്ട്. അതിലൊരു സോങ് ഒരു കല്യാണ വൈബുള്ള ഒരു സോങ്ങാണ്, തമിഴ് സോങ്, പുള്ളി സാധനം. അതുകൂടാതെ പിന്നെ വേറെ കുറച്ചൊരു ഫോക്ക് ടച്ചുള്ള ഒരു സോങ് കൂടെയുണ്ട്. DOP ബാലു അച്ചു, എഡിറ്റിംഗ് അർജുന ബാബു. ഇതിലെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റും ഡേയേ ഉള്ളൂ. അപ്പം ഭൂരിഭാഗം സമയം നൈറ്റ് ഉണ്ട്. അപ്പം അത് നല്ല ലൈറ്റിങ്ങും പരിപാടി, അത് നമുക്ക് റിയലായിട്ട് തന്നെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും കല്യാണ വീട്, അവിടെ ചെയ്തിരിക്കുന്ന പരിപാടികൾ, അതിലെ ഇൻറ്റീരിയർ ഷോട്ട്സുകളായി കഴിഞ്ഞാലൊക്കെ തന്നെ കിടലം വർക്കാണ്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും നല്ല നൈസായിട്ട് വൈബ് പിടിച്ചുള്ള എഡിറ്റിങ്ങാണ്. കാരണം പല കട്ട്സും അങ്ങനെ മാറുന്ന സമയത്ത് അതിൽ തന്നെ വിഷ്ണു വിജയ് മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം കൂടെ വന്നപ്പോഴേ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതിലെ സോങ്സ് കൂടാതെ മറ്റ് ഇപ്പം ജയിൻ്റെ തന്നെ പിന്നെ ജീവയുടെ തന്നെ വാട പയ്യ സോങ്ങൊക്കെ ഇതിൽ ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ വേറെ ഒന്ന് രണ്ട് തമിഴ് സോങ്. പക്ഷെ അതൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന രീതിയും അത് കട്ട്സിൽ കൊടുത്തിരിക്കുന്ന രീതിയൊക്കെ നൈസാണ്. സൗണ്ട് മിക്സിങ് വിഷ്ണു സുജാതൻ, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശങ്കർ നയസ്, സിദ്ധാർത്ഥൻ. അപ്പോൾ ഇവരെല്ലാം മലയാളികളാണ്. അതായത് പറഞ്ഞത് ടെക്നീഷ്യൻസൊക്കെ മലയാളീസാണ്, കുറേ ആക്ടേഴ്സും മലയാളീസാണ്. തമിഴ് പടമാണെന്ന് തോന്നുന്നു. സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ്മോസിൽ ചില സാധനങ്ങളൊക്കെ കിട്ടിക്കിയ സാധനങ്ങൾ, അതായത് അങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന സാധനമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നൈസായിട്ട് കല്യാണം വിടാനുള്ളൂ. അപ്പം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട്, അകത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കും, പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട്, വേറെ അവിടെയുള്ള ചില ബഹളങ്ങൾ, ചെറിയ ന്യൂആൻസൻസ് സാധനങ്ങൾ, സൗണ്ടിൻ്റെ അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ മൈന്യൂട്ടുള്ള സാധനം വരെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് അതിന് ജോൺറെ കോമഡി, ഡ്രാമ, ഒരു ഫാമിലി ആ സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഭീകര സിറ്റുവേഷണൽ കോമഡീസ്, അതോടൊപ്പം തന്നെ ഡാർക്ക് കോമഡീസ്. ഇത് ഭയങ്കര പാടാണ്. ഡാർക്ക് കോമഡീസൊക്കെ വക്കാവും ഭയങ്കര പാടാണ്. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാൻ പാടാണ്. പ്രത്യേകിച്ച് നല്ല പെർഫോമൻസ് വേണം. ഇത് ഒരു കല്യാണ വീടും ഒരു മരണ വീടും, ഒരു സാവ് വീട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റും അതേ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിൽ ജീവയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ, ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ. പക്ഷേ ഇതൊരു ഹീറോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമേ അല്ല. എല്ലാ ക്യാരക്ടേഴ്സിനും തുല്യ പ്രാധാന്യമുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ, അതായത് ഒരേ സമയം, അതായത് നമ്മുടെ മുമ്പിലേക്ക് കുറേ കഥാപാത്രങ്ങളെ തുടക്കം മുതൽ ഇട്ട് തരിക. ഇപ്പോൾ രണ്ട് ഫാമിലി, പിന്നെ അവിടെയുള്ള രണ്ട് ഫാമിലിയുള്ള കഥാപാത്രങ്ങൾ, പിന്നെ ഒരു കല്യാണ പെണ്ണ്, കല്യാണ ചെക്കൻ്റെ ഫാമിലി, പിന്നെ ഒരു വൺ സൈഡ് ലവറായിട്ട് ഒരാൾ, പിന്നെ ഈ മരിച്ച വീട്ടിലെ ആളെ ബന്ധുക്കളായിട്ട് കുറച്ച് ആൾക്കാർ, പിന്നെ രാഷ്ട്രീയക്കാർ തന്നെ ഈ ജീവയുടെ സൈഡിലുള്ള ആൾക്കാരും ജീവയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും, പിന്നെ കുറച്ച് നാട്ടുകാരും കുറച്ച് കുടിയന്മാരും വെപ്പുകാരനും, പിന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് തന്നെ ഇതിലൊരു കഥാപാത്രം. അത്രയും ഒരു സിംബോളിക്കായിട്ടുള്ള വാട്ടർ ടാങ്കും അത് ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം എന്താണ്, ഞാൻ ആ ലൊക്കേഷനാണ് ശ്രദ്ധിച്ചത്. വളരെ ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ലൊക്കേഷൻ, രണ്ട് വീടുകൾ എടുത്തെടുത്ത്, എന്നിട്ട് അവിടെ ഒരു കുറച്ച് കാട്, എൻ്റെ അടുത്തൊരു വാട്ടർ ടാങ്ക്, അങ്ങനെ ഒരു പ്രദേശം അങ്ങ് സൃഷ്ടിച്ചെടുത്ത് അവിടെ പിന്നെ ഒരു രാത്രിയും പകലായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും വരുന്നു, അവരുടെ സ്പേസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത കഥാപാത്രം വരുന്നു, ലാസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും കൂടി വന്നിട്ടുള്ള ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടല്ലോ. ഇത്തരം സിനിമകൾ ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളും പാളിപ്പോലെ ചെയ്യല്. അപ്പം ഇതങ്ങനെയല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂഫ്രം സോ കണ്ടതിന് ശേഷം ഇത്രയും ഫുള്ളി ഇൻവോൾവ് ആയിട്ട്, എൻഗേജ്ഡ് ആയിട്ട്, കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ആ കാരിക്കേച്ചർ നേച്ചർ കൊണ്ടും അവരുണ്ടാക്കുന്ന സിറ്റുവേഷണൽ കോമഡി കൊണ്ടും അവിടെ നിന്ന് ഉരുത്തിരിയുന്ന ഡാർക്ക് ഹ്യൂമർ കൊണ്ടും ഉണ്ടായിട്ടുള്ള കോമഡി ഇങ്ങനെ ഒരു 2 മണിക്കൂർ താഴെയുള്ളൂ. പക്ഷെ നല്ല രസത്തിൽ, എന്ത് വിഷമമുണ്ടെങ്കിലും ഇത് കാര്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങതാവും. അങ്ങനത്തെ ഒരു പടം. പെർഫോമൻസസ് പറയുകയാണെങ്കിൽ ജീവ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരനായിട്ട് എല്ലാത്തിലും ഇടപെടുന്ന മധ്യസ്ഥം പറയുന്ന ഒരാളായിട്ട് ജീവ ത്രൂ ഔട്ടുണ്ട്. പക്ഷേ ജീവ മാത്രമല്ല, എല്ലാ കഥാപാത്രങ്ങളുണ്ട്. ജീവ ആണ് ഒരു സിനിമയുടെ ഒരു USP എന്ന് മാത്രം. ഇളവരസും തമ്പിരാമയ്യാണ്
ഈ 2 വീടുകളുള്ളത്, മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും. അപ്പോൾ ആ 2 കഥാപാത്രം കോൺഫ്ലിക്റ്റ് ഉള്ള കഥാപാത്രങ്ങളാണ്. രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഓവറാക്കാതെ, കഥാപാത്രം ഓവറാണ്, പക്ഷെ അവർ അഭിനയിച്ച് ഓവറാക്കിയിട്ടില്ല. അത് സംവിധായകൻ്റെ കയ്യിലുള്ള സാധനമാണ്. പത്തനാനാഥനാണ് കല്യാണ പെണ്ണായിട്ട് അഭിനയിച്ചുള്ളത്. നൈസായിരുന്നു. പിന്നെ കല്യാണ ചെക്കനായിട്ട് സുഭാഷ് കണ്ണൻ, പുള്ളി ഇടുമായിരുന്നു. പുള്ളി ത്രൂ ഔട്ട് അതാ പറഞ്ഞത്, എല്ലാ കഥാപാത്രങ്ങൾക്കും സ്പേസ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ഒരു കുപ്പക്കുഴിയിൽ വീഴുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. അർജുൻ കുമാർ, പുള്ളി സുഭാഷ് കണ്ണൻ്റെ കൂടെയുള്ള പുള്ളി ഭയങ്കര നൈസായിരുന്നു. കാരണം ഡയലോഗ് ഡെലിവറി, കന്യാകുമാരി സ്ലാങ്ങിൽ ഡയലോഗ് ഡെലിവറി കേട്ടിരിക്കുന്നതിന് ഭയങ്കര രസമാണ്. തമിഴാണ്, പക്ഷേ ഒരു മലയാളം കലർന്ന തമിഴ്. പുള്ളിയുടെ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം. നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാരെയും അമ്മയൊക്കെ പോലെ തന്നെ പുള്ളി അമ്മയായിട്ട് വീഡിയോ ചെയ്യുന്നു. ജൻസൺ ദിവാകറും അമിത് മോഹൻ രാജേശ്വരി നമ്മളെ വാഴയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് മലയാളിയാണ്. അപ്പം ഇവർ രണ്ടുപേരും എതിർകക്ഷിയാണ്. ജെൻസൻ്റെ ഒക്കെ അഭിനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമഡി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമിത്തിൻ്റെ. അപ്പോൾ അവർ ഒരു വഴിക്ക്. സിനിമയുടെ റൈറ്റർ കൂടിയായിട്ടുള്ള അനുരാജ് ജോബി, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, വൺ സൈഡ് ലവർ, പുള്ളി ഗുഡായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടബിളാണ്. മലയാളം തോന്നുകയില്ല, പുള്ളിയുടെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് തമിഴ്. പിന്നെ സുർജിത് ഗോപിനാഥ്, മറ്റേ മുട്ടിയൊക്കെ നോട്ടിയിട്ടുള്ള നമ്മുടെ ചുരുളിയിലൊക്കെ ഉള്ള പുള്ളി ഒരു മാസാധനമാണ്. പുള്ളി അതിനുള്ള ആളുണ്ടല്ലോ, ഒരു അങ്ങനത്തെ ഒരു ഐറ്റാണല്ലോ. പുള്ളിയുടെ കിട്ടുന്ന സീൻസൊക്കെ ഉണ്ട്. പിന്നെ ഒരാളെ കൂടെ പറയണത്, ഇതിൽ ഒരു ചവാറായ കളവനുണ്ട്. പുള്ളി കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് പുറത്ത് ഈ വൈബ് DJ പരിപാടി നടക്കുക. അപ്പം മരിച്ചു കിടന്നിട്ട് ആ DJയും കൂടെ അത് ജക്സ്റ്റസ്പോസ് ചെയ്ത ഒരു രീതി ഉണ്ട്. അത് വെച്ചാൽ ഭയങ്കര വൈബായിരുന്നു. അതായത് എക്സ്ട്രീം ഡാർക്ക് സാധനം. അങ്ങനത്തെ കുറേ സീൻസ് ഈ സിനിമയിലുണ്ട്. സോ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സിനിമ, പക്ഷേ നല്ല വൈബ് പരിപാടി.